ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിതാ ഇന്ന് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത് ഫുള്ള് വെറൈറ്റി ആയിട്ടുള്ളൊരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം അമ്പിളുടെ ആണ്. ഇതൊന്നും എൻ്റെ ആകെ കുറച്ച് ഡ്രസ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇത്രയും തണുപ്പുണ്ട്, ഇത്രയും ടാസ്ക് ആവും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴും മാക്സിമം 5 ഡിഗ്രി വരെ കണ്ടിട്ടുണ്ടായി. 2 ഡിഗ്രി ഒന്നും കണ്ടിട്ടേ ഇല്ലായിരുന്നു ഗൂഗിളിൽ. അപ്പോൾ ഗൂഗിളും എന്നെ ചതിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പുണ്ട്. തണുപ്പിനെക്കാട്ടിലും പ്രശ്നം എന്ന് വെച്ചാൽ നല്ല കാറ്റാണ്. അതായത് തണുത്ത കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ നമ്മളിങ്ങനെ ഫ്രീസായി പോകും. കുറച്ച് നേരം കൈ ഇങ്ങനെ വെക്കുന്നത് കൈ ഉൾപ്പെടെ മൊത്തം ഫ്രീസായി പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ഫുൾ ഡ്രസ്സും പാൻറ്റും ഉൾപ്പെടെ അമ്പിളിയുടെ തന്നെയാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നാളെ മോർണിംഗ് ഞാനിവിടെ നിന്ന് ഇനി ലക്സംബർഗിലേക്ക് പോകും. എന്താ പറയുക, എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇപ്പോൾ ഇന്ന് പാരീസിൽ. ഇന്ന് നൈറ്റ് ഉറങ്ങി എണീച്ച് നാളെ മോർണിംഗ് എന്തായാലും ഞാൻ നെക്സ്റ്റ് കൺട്രിയിലേക്ക് പോകും. അപ്പോൾ ഇന്ന് ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്യട്ടെ പോട്ടെ. പക്ഷേ എനിക്ക് പറ്റിയൊരു സ്ഥലമായിട്ടേ എനിക്ക് പാരീസ് തോന്നുന്നില്ല. എന്താ പറയുക, എൻ്റെ ഒരു ബാക്ക് പാക്കിങ് ചെയ്യുന്ന ആളുകൾക്ക് അധികം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലാത്തൊരു കൺട്രി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്താണ് ഞാൻ പറയുന്നത്. ഭയങ്കര ടൂറിസ്റ്റിക്കാണ്. ടൂറിസ്റ്റായിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ബ്യൂട്ടിഫുൾ ആണ് എല്ലാവിടെയും കാണാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഇതുവരെ കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതുവരെ കാണാത്ത ഒരാൾക്ക് അത് എക്സൈറ്റിംഗ് ആയിരിക്കും. പക്ഷെ എനിക്കൊരുപാട് എക്സൈറ്റിംഗ് അല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, ഇവിടുന്ന് വില്ലേജിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ടൈം വേണം. പ്രൊവിൻസിലേക്ക് പോകണമെങ്കിൽ ഒരു 1 മന്തെങ്കിലും ഞാൻ ഫ്രാൻസിൽ നിൽക്കുകയാണെങ്കിലാണ് എനിക്ക് അവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കപ്പിൾസിനാണെങ്കിൽ അടിപൊളിയാണ്. കാരണം ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കുറേ ഫോട്ടോ എടുത്തെങ്കിലും കപ്പിൾസൊക്കെ ആയിട്ട് വരുമ്പോൾ അടിപൊളിയാണ്. കുറേ കഫേസും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള കുറേ പ്ലേസസ് ഉണ്ട്. ഫസ്റ്റ് ട്രെയിൻ കയറി ഇവിടുത്തെ ഒരു ആർട്ട് ഗാലറിയിലാണ് വന്നേക്കുന്നത്. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ആർട്സൊക്കെയാണ്. സോ ആർട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കര അടിപൊളി ഒരു സ്ഥലമായിരിക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഇവിടെ അതിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് മേടിക്കാനൊക്കെ പറ്റും. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് പല രാജ്യങ്ങളിലെ ആളുകൾ ഇത് ലൈവായിട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ടാവും. എനിക്ക് പിന്നെ ഈ ആർട്ടൊന്നും ഒരുപാട് ഞാനതിൽ ഫെമിലിയർ അല്ല, എനിക്ക് അത്ര ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ഇവിടെ ആക്ച്വലി സിറ്റിയിൽ കാണാനാകെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതാണ് പിന്നെ ഞാൻ ഇവിടെ വന്നത് കാണാൻ വന്നത്. എനിക്ക് തോന്നുന്നു 2 ഡേയ്സ് പാരീസ് വന്നു കഴിഞ്ഞാൽ 2 ഡേയ്സ് കൊണ്ട് പാരീസ് മൊത്തം നമുക്ക് കണ്ടു തീരും. ഈവൻ 1 ഡേയിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഓടിപ്പിടിക്കണമെങ്കിൽ 2 ഡേയ്സ് കൊണ്ട് മൊത്തം നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. അതുമാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനൊന്നുമില്ല. അല്ലെങ്കിലും യൂറോപ്പ് എന്ന് പറയുന്ന മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളും എൻ്റെ ഒരു ടൈപ്പിൽ. എനിക്ക് തോന്നുന്നു ക്രൊയേഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കുറേ വാട്ടർഫോൾസും നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉണ്ട്. ട്രക്കിങ് അതൊക്കെയാണ് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡുള്ളൂ. എനിക്കറിയാം ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോകാറേ ഇല്ല എന്നുള്ളത്. ഇവിടെ ഫ്രീ എൻട്രി ആണ്. പിന്നെ മ്യൂസിയം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കുറേ കാണാനുള്ളത്. അത്ര അധികം മ്യൂസിയങ്ങളുണ്ട്. അപ്പോൾ ആ മ്യൂസിയങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിനും എൻട്രി ഫീ വരുന്നുണ്ട്. പിന്നെ മ്യൂസിയം ആണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത്രയും വർഷമായിട്ട് തന്നെ ഒരു വീഡിയോ പോലും മ്യൂസിയത്തിൻ്റെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മ്യൂസിയത്തിലൊന്നും അങ്ങനെ തീരെ പോകാത്ത ഒരാളാണ്. എനിക്കങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റും ഉള്ള ഒരാളല്ല മ്യൂസിയം ഒന്നും കാണാനായിട്ട്. പിന്നെ ആ രാജ്യത്തിൻ്റെ ചരിത്രം പല ആളുകളിൽ നിന്നും കേൾക്കും, കണ്ടും അറിഞ്ഞും അതുമാത്രമാണ് എനിക്ക് താല്പര്യം. അല്ലാതെ ഒരു ചില്ലുംകൂട്ടിലിട്ട് വെച്ച കാര്യങ്ങളെപ്പറ്റി അവിടെ നോക്കി പഠിച്ച് അല്ലെ കണ്ട് ഇതാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മോളാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊക്കെ കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള അടിപൊളി ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഈ കാണുന്ന മരങ്ങളൊക്കെ പൂക്കളായിരുന്നെങ്കിൽ പാരീസ് കാണാൻ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയനെ. അതെങ്കിലും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ ഇതിപ്പോൾ ഒരു എന്താ പറയുക, എനിക്ക് ഒരുപാട് ഇവിടെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കുറേ ബിൽഡിങ്സാണ്. ആ സിറ്റി ലൈഫ് ഉണ്ടല്ലോ, സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി പ്ലേസാണ്. ഇപ്പോൾ സിംഗപ്പൂർ പോയിട്ട് എനിക്ക് സിംഗപ്പൂർ ഇഷ്ടപ്പെട്ടില്ല. അതും ഇതുപോലൊക്കെ തന്നെയാണ്. സിറ്റി കുറേ ഷോപ്പിംഗ്, ടൂറിസ്റ്റിക്കാണ്, കപ്പിൾസിനൊക്കെ പറ്റിയ. അതുപോലെ പറയുമ്പോൾ യൂറോപ്പ് പാരീസ് വലിയ സംഭവമൊക്കെ എനിക്ക് വലിയ സംഭവമായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആ ഒരു ടൈപ്പല്ല, എൻ്റെ ആ ടേസ്റ്റല്ല യൂറോപ്പ്. അതുകൊണ്ടാണ്. അല്ലാതെ ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് എന്തായാലും പെർഫെക്റ്റ് പ്ലേസ് ആയിരിക്കും.
അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം അടിപൊളിയാണ് കാണാൻ എന്നാണ് പറയുന്നത്. പോയി നോക്കട്ടെ. ഗാലറി ലഫായത്ത് അതാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ പർച്ചേസ് ചെയ്ത സാധനങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ സൂപ്പർ റിച്ച് ആയിരിക്കും. കാരണം അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി വന്നവരാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കാണാൻ വന്നേന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ നെക്സ്റ്റ് ട്രാവൽ ചെയ്യുന്ന പാരീസിലേക്കൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ റിച്ച് ആയിട്ടുള്ള എൻ്റെ ഫോളോവേഴ്സൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇവിടെ വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യാം. അടിപൊളി സ്പോട്ടാണ്. കാരണം എല്ലാ ബ്രാൻഡ്സും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടോ ആളുകളൊക്കെ പോകുന്ന വഴിക്കൊക്കെ മൊത്തം പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പക്കൊക്കെ അടിച്ച് കാണിക്കുന്നു. മൈ ഡിയർ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് റെഫ്യൂജീസ് ആണ്. സത്യം പറഞ്ഞാൽ പാരീസിൻ്റെ ആ ഭംഗി ഇതൊക്കെ സ്പോയിലായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഒളിമ്പിക്സിൻ്റെ ടൈമിലാണ് കുറേ ആൾക്കാർ ഇവർ മാറ്റിയിട്ട്. അതിന് മുന്നേ ഇതിലും ഭയങ്കര അലമ്പായിട്ടാണ് കിടന്നിരുന്നത്. നേരത്തെ ഇവിടെയാണ് വരാനിരുന്നത്, പക്ഷെ എന്നെ വഴിതെറ്റിച്ചതേ വേറെ സ്ഥലത്തേക്കാണ് കൊടുന്നിട്ടുള്ളത്. അതും സെയിം സ്ഥലം തന്നെയാണ്, പക്ഷേ വേറെ സ്ഥലത്തായി പോയതാ. പേരാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ രണ്ടുപേരും ഒറിജിനലി അങ്ങോട്ട് ബീച്ചിലിരിക്കുന്ന പോലെ ഇരിക്കുക. നല്ല രസമുണ്ട്. പുറത്തു കൂടെ ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. ഇതൊക്കെ ഏതുണ്ടോ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഇത് ഡ്രസ്സ് പോലെ ഇങ്ങനെ ഇട്ടിട്ട് മുഖം പാടം മൊത്തം മൂടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ആ ഒരു നമ്മളെയും കാണാൻ പറ്റും, ആ സിറ്റിൻ്റെ ആ വ്യൂവും കാണാൻ പറ്റും. കണ്ടോ ബാക്കിലെ ബിൽഡിങ്സ് എല്ലാം നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. നോക്കി പ്രേതം പോലെ ഒരു ഹൊറർ മൂവിയിലെ ഇത് ഡോളിനെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോ കൂടുതലും ബിൽഡിങ്സിനൊക്കെ ഒരൊറ്റ കളറാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവിടെയും തിരക്കാം. ട്രെയിനിലൊന്നും നിൽക്കാനിരിക്കാനും സ്ഥലമില്ല, മൊത്തം റഷാണ്. ഇന്ന് കണ്ടോ എല്ലാവരും ഇന്ന് ഷോപ്പിങ്ങിന് തന്നെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഏതാ ഒപ്പേറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോരോ ഇവരുടെ ഡാൻസസും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്ന തിയേറ്ററാണിത്. തിയേറ്റർ ഒപ്പേറ എന്ന് പറയുന്നത്. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയ സമയത്ത് അങ്ങോട്ട് എൻട്രി ഫീസ് ഉണ്ട്. വരുന്ന ക്ലയൻസ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഹൈ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഈ മറ്റേ ഒപ്പേറയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഒപ്പേറയുടെ ഓരോമാര് മറ്റേ പാട്ടൊക്കെ പാടുന്ന ഒരു സംഭവമില്ല, ഇങ്ങനെ ഈ ഇതാക്കുക ചില്ലൊക്കെ പൊട്ടിപ്പോണ ഒരു രീതിയിൽ അതുപോലത്തെ സംഭവങ്ങൾ. പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസസും കാര്യങ്ങളൊക്കെ നടക്കുന്ന അതിൻ്റെ ഉള്ളിലായിരിക്കും. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ കണ്ടോ അവിടെ ഇങ്ങനെ കറക്റ്റ് കാണാൻ പറ്റും. ബിൽഡിങ്സിനെല്ലാത്തിനും ഒരേ ഒരു കളറാണ്. ഈ ഒരു കളറാണ് ഇവിടെ മൊത്തത്തിൽ വരുന്നത്. പക്ഷേ അതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള അങ്ങനത്തെ ബിൽഡിങ്സൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഫൈനലി കറക്റ്റ് ലൊക്കേഷനിലെത്തി. കുറേ നേരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു, വഴി തെറ്റും. ഞാനിപ്പോൾ അവനുണ്ടായിട്ട് തന്നെ ഒരു 10 വട്ടം വഴി തെറ്റി. ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് എവിടെയും പോക്ക് നടക്കൂലായിരുന്നു. മൊത്തം വഴി തെറ്റിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ മൊത്തം ക്രൗഡ്. അതെ നോക്കി എന്തോരം ആൾക്കാരാ നോക്ക്. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഒരു മോളായിട്ട് നമുക്ക് തോന്നില്ല, ഒരു കൊട്ടാരം പോലെയാണ് തോന്നുക കേട്ടോ. നോക്കിയേ ആ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഓരോ ലെയറിലും കാണുന്ന സമയത്ത് ശരിക്കൊരു വലിയൊരു രാജകൊട്ടാരം പോലെ ഫീൽ ചെയ്യും നമുക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോള്. ഇത്രയും രസമുള്ളൊരു മോള് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അത് മോളാന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല, അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. നോക്കിയേ യൂഷ്വലി ഞാനങ്ങനെ മോളൊന്നും കാണാൻ തന്നെ പോകാറില്ല, പക്ഷേ ഇത് ഇത്രയും ബ്യൂട്ടിഫുള്ളാണെന്ന് കേട്ടു. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഏറ്റവും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്കിയേ എനിക്ക് തോന്നുന്നു നൈറ്റ് ഇതിൽ കൂടുതൽ അടിപൊളി വ്യൂ ആയിരിക്കുന്നു. കണ്ടോ റോഡ്സും ഇവിടുത്തെ ആ ബിൽഡിങ്സിൻ്റെ ഒക്കെ ബ്യൂട്ടി ഇവിടെ നിൽക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. അങ്ങ് ദൂരെ ഈഫിൽ ടവറൊക്കെ കാണുന്നുണ്ട്. അന്ന് സൺലൈറ്റ് കുറച്ചുണ്ട്, കുറച്ച് ക്ലൗഡി ആയിട്ടാണ് ഉള്ളത്. എന്നാൽ അധികം തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് അങ്ങ് ദൂരെയാണ് കാണാൻ പറ്റുന്നത്. അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പിന്നെയും ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നത്. രാത്രി കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആവും തോന്നുന്നുണ്ട്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവിടെയും ഈ ഒരു ടൈപ്പ് കളറാണ് എല്ലാ ബിൽഡിങ്സിനും വരുന്നത്. നോക്കിയേ കണ്ടോ എല്ലാ ബിൽഡിങ്സിനും ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. എന്തോരം ആൾക്കാരാണ് നോക്കി ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്നത്. ഇതെല്ലാവരും ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി വന്നേക്കുന്ന ആൾക്കാരാണ്.
ഇവിടെ നമുക്ക് റെന്റിന് സൈക്കിൾ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറേ നേരമായി ട്രൈ ചെയ്യുന്നു, എൻ്റെ കിട്ടുന്നില്ല. ഓൾറെഡി അഭിജിത്തിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, നമുക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ വെച്ചു. കാർഡ് നമുക്ക് ഒരു ഫോണിൽ ഒരു ഇതേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഫോണിൽ ട്രൈ ചെയ്തിട്ട് എത്ര ചെയ്തിട്ടും റെഡി ആവുന്നില്ല. ഒരു 3 euros വരുന്നത്. അത് വരുന്ന 145 മിനിറ്റ്സിനാണ്. അത് കഴിയുമ്പോൾ പിന്നെ €1 വെച്ച് കട്ടാവും അല്ലേ? €1 വെച്ച് പിന്നെ അവർലി കട്ടാവും. പക്ഷേ ഇതിപ്പോൾ ഒരാൾ മാത്രം എടുത്തിട്ട് പോകാനും പറ്റില്ല. ഇതുണ്ടോ സൈക്കിളിലുള്ള ഇതാണ് ഇവിടെ ഉണ്ടോ, അതിനും ഗ്രീൻ ലൈറ്റും ഇതൊക്കെ കത്തുന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ഓൾറെഡി സൈക്കിൾ ചവിട്ടാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പാത്തൊന്നുമില്ല. ഇവിടെ പ്രത്യേക ഭാഗത്തുണ്ട്, അവിടെ മാത്രമേ നമുക്ക് സൈക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അവരുടെ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് ചോദിച്ചു, അങ്ങനെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, കുറേ ടാസ്ക് ഉണ്ടായി എന്നാലും കിട്ടി, ഫൈനലി കിട്ടി. സൈക്ലിംഗ് ഒക്കെ ചെയ്തു കേട്ടോ, അടിപൊളിയായിരുന്നു. ആക്ച്വലി സൈക്ലിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള വഴികളൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ സൺഡേ ഈവനിങ്ങിൽ പാരീസ് അത്യാവശ്യം രസമാണ്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു രാവിലെ കണ്ട ഒരു വൈബല്ല, വൈകിട്ട് കുറച്ചും കൂടെ നൈസാണ്. മൊത്തത്തിൽ ആ ഒരു ഒച്ചയും വെള്ളവും അനക്കവും ഒക്കെ തട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ചെസ് മൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കയ്യിൽ നാട്ടിലൊക്കെ പോലെ ഒരു കൈ വെച്ച് ഓടിച്ച് ഒരു കൈ കൊണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് അങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടിപ്പോൾ അത് കഴിഞ്ഞ് സൈക്കിൾ നമുക്ക് എവിടെ വേണേൽ തിരിച്ചു വെക്കാൻ പറ്റും. നമ്മുടെ കൊച്ചിയിലൊക്കെ മെട്രോയിലെ ഞാൻ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല ഉണ്ട് മെട്രോയുടെ. അങ്ങനെ ഞാൻ എറണാകുളത്ത് കൊച്ചി ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ ഇല്ല എന്തായാലും തോന്നുന്നു, അങ്ങനെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് മെട്രോ പിടിച്ചു പോവാണ്. ഇന്നത്തെ ഒരു പകുതി ദിവസം വഴി തെറ്റി കുറേ മെട്രോയിൽ നടത്തവും തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായത്. ഇതേ ഞാനിപ്പോൾ ഡെക്കാത്ലോണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ ഞാൻ വരുമ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്ലീപ്പ് ബാഗ് നാട്ടിൽ എനിക്ക് നല്ല കട്ടിയുള്ള -ഡിഗ്രിയുടെ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ. ഫ്രാൻസ് അല്ലേ ഇതിൻ്റെ ആക്ച്വലി ഒറിജിൻ അല്ലേ? ഡെക്കാത്ലോണിൻ്റെ ഒറിജിൻ തന്നെ ഫ്രാൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ റേറ്റ് നാട്ടിലേലും കുറഞ്ഞാലേ ഉള്ളൂ, കൂടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ കയറി വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ ആദ്യം പോയി നോക്കിയോട്ടെ. ഇവിടെ സ്ലീപ്പർ ബാഗിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ -5 നോക്കാൻ നിന്നത് അറൗണ്ട് 10,000 വരുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ അവൈലബിൾ അല്ല, ഇവിടെ ഉള്ളത് മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നോക്കി, നമ്മുടെ നാട്ടിലുള്ളതൊക്കെ തന്നെ ഇവിടെയും കാണുന്നുള്ളൂ. പിന്നെ 0 ഡിഗ്രീനെ കാണിക്കുന്നുണ്ട്, പക്ഷെ അതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. -5ൻ്റെനേക്കാളും റേറ്റ് വരുന്നുണ്ട്, 180 എല്ലാം വരുന്നുണ്ട്. പിന്നെ 0ൻ്റെ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ ടെൻ്റൊക്കെ ഉണ്ട് ഇവിടെ കാണുന്നുണ്ട്. റേറ്റൊന്നും ഒരുപാട് മാറ്റമില്ല, ഇവിടെ കൂടുതലാണ്, കുറവൊന്നുമില്ല. എൻ്റെ ഇരിക്കുന്ന ടെൻ്റ് 2,500 രൂപയാണ് നാട്ടിൽ, പക്ഷേ ഇവിടെ 3,000 രൂപയാണ് വരുന്നത്. അതോ നാട്ടിൽ 3,000 രൂപയാണോ? അപ്പോൾ ഞാൻ കൺഫ്യൂഷനായി. ഇതുണ്ടോ, ഇതാണ് എൻ്റെ ഇരിക്കുന്ന ടെൻറ്റ്. ക്യാമ്പ് ചെയ്യാമെന്ന് ഓർത്തായിരുന്നു, അടുത്ത ദിവസങ്ങളിൽ ടെൻ്റ് അടിക്കാമെന്ന് ഓർത്താണ് ഇരുന്നത്. പക്ഷേ തണുപ്പാണെങ്കിൽ ടെൻ്റ് അടിക്കാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് -ഡിഗ്രി സ്ലീപ്പ് ബാഗ് മേടിക്കാമെന്ന് ഓർത്തത്. പക്ഷേ ഇപ്പോൾ കയ്യിൽ -ഡിഗ്രി സ്ലീപ്പ് ബാഗ് ഒന്നുമില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ദേ ട്രാമിലാണ് പോകാൻ നിൽക്കുന്നത് കേട്ടോ. നേരത്തെ ബസ്സിൽ പോയി, ഡെക്കാത്ലോണിലേക്ക് ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രാമിൽ എല്ലാ ട്രാൻസ്പോർട്ടേഷനും നമുക്ക് ആ ഒരു നേവിഗോ കാർഡിൽ തന്നെ ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ഈസി ആയിരുന്നു. എല്ലാം ആ കാർഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക, ഒരു തിങ്കളാഴ്ച വന്നിറങ്ങുന്ന രീതിയിലാണെങ്കിൽ തിങ്കളാഴ്ച ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഞായറാഴ്ച വരെ ഉണ്ടാവും. ഒരു 1 വീക്കൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ. ഈവൻ ഇനിയിപ്പോൾ 3 ഡേയ്സോ 4 ഡേയ്സൊക്കെ ആണെങ്കിൽ അത് തന്നെ എടുക്കുന്നതാണ് ബെറ്റർ. എന്നാലും മാക്സിമം ഡേറ്റ് നോക്കിയിട്ട് വരിക. തിരിച്ചതേ അമ്പിളീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ് അമ്പിളി. ഹലോ, വണക്കം. ഇത് അമ്പിളി എപ്പോഴും പറയുന്ന അക്ക അല്ലേ? ഇതാണ് ഞങ്ങളെ സ്വന്തം അക്ക. ഇപ്പം നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസിനൊക്കെ ഇവിടെ വന്ന സമയത്തൊക്കെ എന്താ പറയുക, എല്ലാ ഹെൽപ്പും, അതുപോലെ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ കോവിഡ് ടൈമിൽ സ്റ്റുഡൻസ് ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. അപ്പോൾ ഈവൻ ഫുഡ് കിട്ടാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഫുഡ് തന്ന് അവരത്രയും നോക്കിയിട്ടുള്ള ഒരാളാണ്. എക്സ്പെഷ്യലി മലയാളീസാണ് കൂടുതലുള്ളത്. അപ്പം അന്ന് തൊട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം ഒരു അമ്മയാണ് ഈ അക്ക. അക്കയ്ക്ക് வணக்கம். எவ்வளோ நாள் ஆச்சுங்க? 13 வருஷமா சைவ கல்யாணத்தில் 6 வருஷமா ചെയ്തുകൊണ്ടിരിക്കുകയും. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അക്ക ബിരിയാണി കഴിക്കാത്ത ഒരാളായിരുന്നു. ബിരിയാണി അങ്ങനെ കഴിക്കില്ല. പക്ഷേ കോഴിക്കോട് വന്ന് ബിരിയാണി കഴിച്ചതിന് ശേഷം ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെയും വന്ന് കഴിച്ചിട്ടുണ്ട് അവിടുന്ന്.
ഇവിടെ ഒരുപാട് മലയാളീസും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വെജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പുള്ളിക്കാരോട് വെജ് ആണോ എന്ന് ചോദിച്ചത്. ഇവിടെ ദേ ലഡു, കുറേ സ്നാക്സ്, ബോളി എൻ്റെ ഫേവറേറ്റ് ആണ്, അതെനിക്കിഷ്ടം, അത് ഞാൻ പറയുന്നുണ്ട്. എന്തേ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഹൽവ, ബോണ്ട, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം എന്താ പറയുക, ഇതെന്താ ലഡു തന്നെയാണോ? കൂടുതലും ഇവിടെ തമിഴ് എന്ന് പറഞ്ഞാലും ഒരു ശ്രീലങ്കൻ ടച്ച് ആയിരിക്കും. പിന്നെ തമിഴ്നാട്ടിൽ ഓൾമോസ്റ്റ് ശ്രീലങ്കയിലെ ഫുഡും എനിക്കൊരു ഡിഫറൻസ് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ചെറിയ രീതിയിലാണ് വ്യത്യാസം തോന്നിയിട്ടുള്ളൂ. ഇതേ ബോളിയൊക്കെ നോക്കിയാൽ വലിയ ബോളി. ഇവിടെ വെജ് മാത്രമേ ഉള്ളൂ കേട്ടോ, പക്ഷെ അവർ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് നോൺ വെജിൻ്റെ. ഇതൊക്കെ വെള്ളയപ്പം ഉണ്ട്, അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്, പിന്നെ കുറേ പനീർ, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും വെജിറ്റബിൾ ബിരിയാണി, മസാല ദോശ അല്ല അത്. ഓക്കെ ഓക്കെ, കുറേ ഐറ്റംസ് ഉണ്ട്. எப்படி இருக்கு ஃபுட் எல்லாம்? இங்க படிச்சுட்டு இருக்கியா, வேலை செய்துட்டு? ஓகே, டெய்லி இங்கே தான் சாப்பாடு. டெய்லி இங்க குக்கிங் எதுவுமே தெரியாதா? குக்கிங் ஓகே ഓക്കെ. ഇന്നലെ നൈറ്റ് പിന്നെ തിരിച്ച് റൂമിലെത്തി, അതിന് ശേഷം എവിടെയും പോയില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ലുക്സംബർഗ് പോകാൻ വേണ്ടി ഇന്നാണ്, അതായത് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിക്സ് ബസ്. അപ്പോൾ ഇന്ന് ഏർലി മോർണിംഗ് ആയിരുന്നു എനിക്ക് ബസ്. അപ്പോൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിരുന്നു പ്ലാന് ലുക്സംബർഗിൽ. അപ്പോൾ അവിടെ ഭയങ്കര എക്സ്പെൻസീവ്. ഹോസ്റ്റലിൽ ഞാൻ നിൽക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 50 യൂറോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 5000 രൂപയൊക്കെ. സോ ഞാനത് ക്യാൻസൽ ചെയ്തു. 50 യൂറോ 5000 അല്ല, ഏകദേശം ആ ഒരു റേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ഇന്നലെ ഞാൻ ഫ്ലിക്സ് ബസ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതും ചേഞ്ച് ഇല്ല. അതൊരു 17 യൂറോ ആയിട്ടുണ്ടായി, പക്ഷെ അത് ഞാൻ വെറുതെ കളഞ്ഞു. പിന്നെ ഞാൻ ഇന്ന് പോയില്ല, ഇന്ന് ഞാൻ രാവിലെ തൊട്ട് എവിടെയും പോയില്ല. അമ്പിളി കുറേ ഫുഡൊക്കെ ഉണ്ടായി തന്നു, അതൊക്കെ അവിടെ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാളെ പോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ലുക്സംബർഗിൽ. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല, സ്റ്റേ ഒഴിവാക്കിയിട്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ നാളെ പിന്നെ ഞാൻ ലുക്സംബർഗിൽ പോയിട്ട് ഒരു ഉച്ചയാകുമ്പോൾ എത്തും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അവിടുന്ന് ബ്രൂസൽസിലേക്ക്, അതായത് ബെൽജിയത്തിലേക്ക് ഓൾറെഡി ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകാനാണ് വിചാരിക്കുന്നത്. സോ ഇപ്പം ഞാൻ ഇവിടുന്ന് ജസ്റ്റ് അന്ന് ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ഈഫിൽ ടവറിൻ്റെ നൈറ്റ് വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല. ഞാൻ കണ്ടായിരുന്നു, പക്ഷേ ലോങ് വ്യൂ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് ഇരിക്കുന്നത്. അപ്പം ഞാനും അബിയും ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. അവരുടെ അങ്ങോട്ട് ബസ് കയറാൻ വേണ്ടി വേഗം പോയിട്ടുണ്ട്. ഞാനിതേ വേഗം അങ്ങോട്ട് പോട്ടെ, ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടേ. ഇതാണ് കേട്ടോ ഇതിൻ്റെ നൈറ്റ് വ്യൂ. ഓക്കെ, ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. കൊള്ളാട്ടാ. ഇവിടെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഈ സ്പാർക്ലിങ് ഉണ്ടോ, ഈ സ്പാർക്ലിങ് ഇങ്ങനെ ഉണ്ടാവും. എല്ലാ 1 അവറിലും ആണ് ഉണ്ടാവുക കേട്ടോ. 1 മണി വരെ ഉണ്ടാവും. 1 മണിക്ക് ആ ലൈറ്റ് അങ്ങ് ഓഫാവും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു 8 മണി കഴിഞ്ഞ്, അത് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോഴത്തെ കഴിഞ്ഞു. ഇനി അടുത്തത് ആവാൻ ഇനി ഒരു 1 അവർ എടുക്കും. നൈറ്റുള്ള വ്യൂ ആണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ. ഡേ ടൈമിൽ എന്തോ ഒരു ടവർ പോലെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ നൈറ്റ് കുറച്ചുകൂടെ രസമാണ്. ആ സ്പാർക്ലിംഗ് ഉണ്ടാവും, ആ ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. ആ ടൈമിൽ ഇങ്ങനെ മിന്നി ഇതാവുമ്പോൾ അതൊരു അടിപൊളി സംഭവമാണ്. ഇവിടെ ഇതാണ് ഏറ്റവും രസമായിട്ട് കാണാനുള്ളത്. ബാക്കിയൊക്കെ എന്താ ഒരു ഓറേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു, പക്ഷേ ഇത് മാത്രം ഓക്കെ പറയുന്ന ഐപ്പിന് അത്രയും രസം എനിക്ക് ഫീൽ ചെയ്തു, എസ്പെഷ്യലി നൈറ്റ്. ഇതൊക്കെ താഴേക്ക് ഇറങ്ങി ബോട്ടിൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പായിരിക്കും, പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു തണുപ്പ് കുറവുള്ള പോലെ ഫീൽ ചെയ്തു. നോക്കി ഇപ്പോൾ കേട്ടോ അതിൻ്റെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. അവിടുന്ന് പാട്ടൊക്കെ കേൾക്കാം. ഇതൊക്കെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഗ്ലേസിയർ പോലത്തെ ആ ഒരു ലെയറും ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ടവറിൽ നിന്ന് വരുന്ന ആ ലൈറ്റാണ് ഈ വെള്ളം ഇങ്ങനെ തിളങ്ങുന്ന പോലെ നമുക്ക് തോന്നും. ഭയങ്കര ബ്യൂട്ടിഫുള്ളേ. നമ്മളിപ്പോൾ ദൂരെ കാണുന്നത് ഇവിടുത്തെ പോണ്ട് അലക്സാണ്ടർ ബ്രിഡ്ജാണ്. അപ്പം ഇത് ആക്ച്വലി 1896 to 1900 വേൾഡ് ഫെയറിൻ്റെ സമയത്ത് ഉണ്ടാക്കിയൊരു ബ്രിഡ്ജാണ്. ആക്ച്വലി ഇതിപ്പോൾ എന്താ പറയുക, ഫ്രാൻസും റഷ്യയും തമ്മിലുള്ള ഒരു റിലേഷൻ്റെ മെമ്മറി പോലെയാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. ഒരുപാട് മൂവീസിലും, അതെ ഒരുപാട് മൂവീസിലും പിന്നെ ഫാഷൻ ഷോസിനൊക്കെ റൺവേ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഇത്. ഭയങ്കര എന്താ പറയുക, അതെ ഒരു ഐക്കോണിക് പ്ലേസ് ആണ് നമ്മളെ ഇവിടെ പാരീസിലെ.
ഇവിടെ ആർക്കോ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റ് ചെയ്തൊരു സംഭവം കേട്ടോ, മാരി മീ. അവരത് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതേ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പാരീസിലൊക്കെ വരുവാണെങ്കിൽ ആരെങ്കിലൊക്കെ എന്താ പറയുക കപ്പിൾസൊക്കെ ആയിട്ട് വന്നിട്ട് മാരി മീ എന്ന് ചോദിക്കുന്ന പോലെ മാരി മീ എന്നും പറഞ്ഞ ഇങ്ങനെ ഒരു സെറ്റൊക്കെ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അപ്പോൾ ഇനി വരുന്നവർക്കൊക്കെ കപ്പിൾസ്, ഞാൻ പറഞ്ഞില്ലേ പാരീസ് എന്ന് പറയുന്നത് ഫുള്ള് റൊമാൻറ്റിക് പ്ലേസസും കഫേസും കപ്പിൾസിന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. ഇപ്പോൾ കപ്പിൾസായിട്ട് ഹണിമൂണിനൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ കപ്പിൾസായിട്ട് അവർ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമായിരിക്കും പാരീസ്. എന്നെപ്പോലുള്ള ബാക്ക് പാക്കേഴ്സിന് ഇവിടെ വന്നാൽ ഒന്നും ചെയ്യാനില്ല, ഇതൊക്കെ കണ്ട് നോക്കി ആസ്വദിച്ചിരിക്കാന്നേ ഉള്ളൂ. അതുണ്ടോ ഇതിൽക്കൂടെ കുറേ ക്രൂസൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ വേവ്സ് കണ്ടോ, നല്ല രീതിയിൽ വേവ്സ് അടിക്കുന്നുണ്ട്. അത്രയും വലിയൊരു ഷിപ്പ് പോയപ്പോൾ ഇവിടെ കണ്ടില്ലേ കപ്പിൾസൊക്കെയാണ് കൂടുതലും ഫോട്ടോസ് എടുക്കുന്നത്. ആ ഒരു ബലൂണൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ കിട്ടും. എന്താ പറയുക, നേരിട്ട് കാണുന്നതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതായിരിക്കും ആ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കിട്ടുക. ഇപ്പം ഇനി നെക്സ്റ്റ് ഗ്ലിറ്ററിങ് ചെയ്യാനുള്ളൊരു ടൈം ആവുന്നിട്ട് 9 o'clock ആവാനായി. നമ്മൾ കറക്റ്റ് 8-ന് ഗ്ലിറ്ററിങ് കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും നമുക്ക് 9 o'clockൻ്റെ ഗ്ലിറ്ററിങ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത് കാണാൻ. ഇപ്പോൾ ഇതേ ഗ്ലിറ്ററിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ 9 o'clock ആയപ്പോൾ തന്നെ ഗ്ലിറ്ററിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ആ ഗ്ലിറ്റർ ചെയ്യുമ്പോഴാണ് അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നല്ല രസമാണ്. നോക്കി, ഇതാണ് പിഗാലെ. ഇവിടുത്തെ ഒരു എന്താ പറയുക മുംബൈയിലൊക്കെ ഉള്ള പോലെ റെഡ് സ്ട്രീറ്റൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഏരിയ ആണ് ഇവിടെ. അവിടെ ദേ ദൂരെയൊക്കെ ഉണ്ടോ, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഓരോന്നൊക്കെ. അതാണ് ഇവിടെ മൊത്തം ഈ ഒരു സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആളുകൾ മസാജ് ചെയ്യാനൊക്കെ വരുന്നൊരു ഏരിയയും കൂടെയാണ് പിന്നെ ഇത് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ക്ലബ്ബാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളത് അവിടെ ലൈവ് ഷോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മോഡേൺ ആയിട്ടുള്ള ക്യാൻ ഷോ എന്നും പറഞ്ഞൊരു സംഭവം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് നിൽക്കണമെങ്കിൽ 250-300 euro ഒക്കെ അടുത്ത് വരും ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. ക്യാൻ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഡ്യൂസിങ് ഡാൻസ് ആണേ. അവിടെ നിന്ന് ഇറങ്ങി ഗാദ്നോഡ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇന്ത്യൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് അല്ലേ. നാട്ടിലെ എന്താ പറയുക ഓരോ ശിവനും പാർവതിയും അല്ലേ സരസ്വതിയും അങ്ങനെ എല്ലാ ദൈവങ്ങളുടെയും ചിത്രം ഇവിടെ വരച്ചു വെച്ചേക്കും നമുക്ക് ഈ ഒരു സ്റ്റേഷനിൽ കാണാം. ഞാൻ പാരീസിലാണോ ആഫ്രിക്കയിലാണോ സംശയമുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ആഫ്രിക്കയിൽ വിൽക്കുന്നത് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവർക്ക് വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അവരിത് ഇവിടെ ഇതേപോലെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഹായ്, ഇതെന്താ ഇവരെന്താ ഉണ്ടാക്കുന്നേ? ഇതെന്ത് സാധനം? ഓ ആ മനസ്സിലായി. ഓ അടിപൊളി. ഇവർക്ക് ഇംഗ്ലീഷ് അറിയാമോ? You speak English? Where are you from? Mali. മാലി. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ അവരുടെ സിമിലർ ആണ് ഓൾമോസ്റ്റ് ഫുഡുകളൊക്കെ. യു ഓൾസോ മാലി? ഓ ഓൾ പീപ്പിൾ മാലി. ഓക്കെ. മാലി ഐ നെവർ ബീൻ. India. But I've been to Africa, like Central, Kenya, Tanzania, till South Africa, nearby South Africa. So that's it. Yeah, it's good. I love Africa. Okay, thank you. തിരിച്ച് ദേ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ അതേ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.